ഇപ്പോഴെങ്കിലും അത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമ്മുടെ മരുമകൻ മന്ത്രി സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മുഹമ്മദ് റിയാസ് പോയി സെൽഫി എടുത്ത സ്ഥലങ്ങളിലാണ്, അത്തരം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പാതയിൽ ഇതുപോലെ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്, ഇടിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെല്ലാം അഴിമതിയാണ്. ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ്. അതുപോലെ തന്നെ കരാറുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് തീവെട്ടി കൊള്ള നടത്തുകയാണ്. 6 ലക്ഷം കോടി രൂപ പൊതുകടമുള്ള ഒരു സർക്കാർ, അവർ ഈ ആഘോഷമൊക്കെ നടത്തുന്ന സമയത്ത് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അത് തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് നടത്താനോ ഇതുപോലെയുള്ള ധൂർത്ത് നടത്താനോ കഴിയില്ല. സർക്കാർ ആഘോഷവും ധൂർത്തുമെല്ലാം നടക്കുന്ന സമയത്ത് ഏത് പണം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം. ദേശീയപാത പൊളിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ ആളില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇക്കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് ഉൾപ്പെടെ ദേശീയപാത തള്ളി നീങ്ങിയത്. ഈ ഉദ്ഘാടന വേളയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഈ ദേശീയപാതയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയിരുന്നു. എന്നാൽ ഇന്ന് ഈ ക്രെഡിറ്റിന് നാഥനില്ലാത്ത അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി. സർക്കാരിൻ്റെ വാർഷികം കോടികൾ പൊടിച്ചുകൊണ്ട് നടക്കുന്ന വേളയിലാണ് ഈ ദേശീയപാതയെക്കുറിച്ചുള്ള ക്രെഡിറ്റിനെ കുറിച്ചുള്ള ചർച്ചയും അതുകൂടാതെ ഈ ദേശീയപാത തകർന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ദേശീയപാത ഈ തകർന്ന വേളയിൽ പറയുന്നത് ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്നാണ് സംസ്ഥാനം പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികം 9ാമത് വാർഷികം വലിയ ആഘോഷപൂർവ്വം നടക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി വലിയ കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടുകൂടി മന്ത്രിമാരൊക്കെ മധുരം കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നിവിടെ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുടെ ഒരു സമരമാണ് നടക്കുന്നത്. കഴിഞ്ഞ 2017, 18 മുതൽ 24, 25 വരെയുള്ള കണക്കനുസരിച്ച് 2025 നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വിവരമനുസരിച്ച് അവർക്ക് ഇതുവരെ അനുവദിച്ച 22,000 കോടി രൂപയിൽ 6,400 കോടി രൂപ അത് നമ്മുടെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, അനാസ്ഥ കൊണ്ട് ഈ 6,000-ലധികം കോടി രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് ഉൾപ്പെടെ ഉണ്ടത്. അതായത് 6,000 കോടി രൂപ, 6,000 ചില്ലുവാനം കോടി രൂപ 6 കൊല്ലം കൊണ്ട് ലാപ്സാക്കിയെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം 1000 കോടി രൂപയാണ് ലാപ്സാക്കുന്നത്. ഈ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച 1,370 കോടി രൂപ പ്രഖ്യാപിച്ചു. പിന്നീട് വെട്ടിക്കുറവ് നടത്തിയിരിക്കുകയാണ്. 500 കോടി രൂപയാണ്. 1,370 കോടി രൂപ ബജറ്റ് പ്രഖ്യാപനം നടത്തിയതിൽ 500 കോടി രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. സർക്കാർ ആഘോഷവും ധൂർത്തുമെല്ലാം നടക്കുന്ന സമയത്ത് ഏത് പണം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദിവാസി പെൺകുട്ടികളെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി ഉയർത്തുന്നതിന് വേണ്ടി വാത്സല്യം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. 10 കോടി രൂപയാണ് അതിന് ബജറ്റ് പ്രഖ്യാപിച്ചത്. ആ 10 കോടി രൂപ എടുത്തു മാറ്റിയിരിക്കുകയാണ്. 1 രൂപയല്ല, 100% വെട്ടിക്കുറവ് നടത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ലൈഫ് പദ്ധതി, അവരുടെ പെൺകുട്ടികൾക്കുള്ള, ആദിവാസി പെൺകുട്ടികൾക്കുള്ള 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കുള്ള വിവാഹ ധനസഹായ പദ്ധതി, അവർക്ക് ഭൂമി വാങ്ങാനുള്ള പണം, അവരുടെ ഹോസ്റ്റലിൻ്റെ പണം, അവരുടെ നാമമാത്രമായിട്ടുള്ള സ്റ്റൈപ്പൻഡ്, ഇതിലെല്ലാം വെട്ടിക്കുറവ് നടത്തിയിരിക്കുകയാണ്. 1,370 കോടി രൂപ അനുവദിച്ചിട്ട് 500 കോടി രൂപ പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊരു കൊള്ളയാണ്, എന്തൊരു പിടിച്ചുപറിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ സർക്കാർ എല്ലാ വിഭാഗത്തിൻ്റെയും അവർക്ക് ന്യായമായി അനുവദിച്ച തുകയിൽ നിന്നാണ്, ജനസംഖ്യാനുപാതികമായി അനുവദിച്ച തുകയിൽ നിന്നാണ് ഈ പിടിച്ചുപറി നടത്തിയിരിക്കുന്നത്. അങ്ങനെ പിടിച്ചുപറിച്ച തുക ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആഘോഷം നടത്തുന്നത് എന്നത് എത്ര ലജ്ജാകരമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നലെ ഇവിടെ ഒരു MLA പ്രഖ്യാപിച്ചു 6 ലക്ഷം കോടി രൂപയാണ് കേരള സർക്കാരിൻ്റെ കടവിന്. 6 ലക്ഷം കോടി രൂപ, 6 ലക്ഷം കോടി രൂപ പൊതുകടമുള്ള ഒരു സർക്കാർ, അവർ ഈ ആഘോഷമൊക്കെ നടത്തുന്ന സമയത്ത് ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ചോദിച്ച പോലെ ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അത് തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്കിത് നടത്താനോ ഇതുപോലെയുള്ള ധൂർത്ത് നടത്താനോ കഴിയില്ല. രണ്ടാമത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോഴെങ്കിലും അത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമ്മുടെ മരുമകൻ മന്ത്രി സമ്മതിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ ഓരോ സ്ഥലത്തും ചെന്ന് സെൽഫി എടുത്ത്, പണി പൂർത്തിയായ സ്ഥലങ്ങളിലൊക്കെ പോയി സെൽഫി എടുത്ത് അത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് മേനി നടിക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് മുഹമ്മദ് റിയാസ് പോയി സെൽഫി എടുത്ത സ്ഥലങ്ങളിലാണ്, അത്തരം സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പാതയിൽ ഇതുപോലെ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്, ഇടിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അത് കുറ്റകരമാണ്. നിർമ്മാണത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരുകളുമെല്ലാം അതിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിലയിലുള്ള ഒരു നിർമ്മാണത്തിലെ അപാകത നടത്തിയ ആളുകൾ ആരാണ്, വ്യത്യസ്ത റീച്ചുകളിൽ വ്യത്യസ്ത കമ്പനികളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഇഴഞ്ഞു നീങ്ങുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സമയബന്ധിതമായി വളരെ ആസൂത്രിതമായി നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കുകയാണ്. നമ്മളേത് ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, ഇപ്പോഴും പാതി വഴിയിൽ കിടക്കുകയാണ്. പക്ഷേ നിർമ്മാണം പൂർത്തിയായതുപോലെ പോലും നമ്മുടെ കേരളത്തിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. റോഡുകൾ ഒരു ഭാഗത്ത് നിന്ന് തറയുകയും മറ്റേ ഭാഗത്ത് നിന്ന് അത് പലപ്പോഴും പൊട്ടിപ്പൊടിയുകയും ചെയ്യുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദേശീയപാതയുടെയൊക്കെ വളരെ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളുണ്ട്. അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പരിശോധനകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മുടെ ജമ്മു കാശ്മീരിൽ പണിത നാഷണൽ ഹൈവേയിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ പണിത നാഷണൽ ഹൈവേയിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഇറക്കിയിട്ടാണ് അവിടെ സൈനിക അഭ്യാസം നടത്തിയ നാഷണൽ ഹൈവേയിലാണ്. അതാണ് അതിൻ്റെ ഉറപ്പ്, അതാണ് അതിൻ്റെ മേന്മ, അതാണ് അതിൻ്റെ ഗുണനിർമ്മാണത്തിലെ വൈദഗ്ധ്യപൂർണ്ണമായിട്ടുള്ള ആ ഒരു മേന്മ. പക്ഷേ നമ്മുടെ കേരളത്തിലെല്ലാം അഴിമതിയാണ്. ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരാണ്. അതുപോലെ തന്നെ കരാറുകാരും രാഷ്ട്രീയക്കാരും എല്ലാം ചേർന്ന് തീവെട്ടി കൊള്ള നടത്തുകയാണ്. അത് നിശ്ചയമായും ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ഏത് റോഡായാലും, നാഷണൽ ഹൈവേ ആണെങ്കിലും അല്ല സംസ്ഥാന പാതയാണെങ്കിലും ഏതാണെങ്കിലും, ഇവിടെ നടന്നു വന്ന ശീലിച്ചു വന്ന വഴിയിൽ തന്നെയാണ് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ അത് അത്യന്തം പ്രതിഷേധാർഹമാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, അവരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യണം, അവരെ തുറുങ്കിലടക്കണം എന്നാണ് പറയാനുള്ളത്. ജനങ്ങളുടെ ജീവൻ കൊണ്ട് കളിക്കാൻ പാടില്ല. ഏതായാലും ഇവിടെ അവകാശവാദം ഉന്നയിച്ച ആളുകൾ അവർ പരിഹാസ്യരായി മാറിയിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത്.